ചീരുള്ളി ചിക്കൻ ഉണ്ടാക്കാം. 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളക്, ചീരുള്ളി, കറിവേപ്പില എന്നിവ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചീരുള്ളിയും ചേർത്ത് കൊടുക്കുക. ചീരുള്ളിയും വറ്റൽമുളകും ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് ചൂടായി ഒരു റെഡിഷ് കളറായി വരുന്നത് വരെ നമ്മളിത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം റെഡിഷ് കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ കശ്മീരി ചില്ലി ഈ ചിക്കൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ നാടൻ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഈ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല അടി പിടിക്കാതെ തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. നല്ല മൂത്ത് ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സാക്കുക. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ചിക്കനാണ്. നന്നായി ഇളക്കി ചിക്കൻ മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കണം. തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. സിമ്മാക്കി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം അടിയിൽ നിന്ന് ഊറി എഴുതുന്നത് കാണാം. കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി വേവിച്ചതിന് ശേഷം ഏകദേശം പാകമാകുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക.